അങ്ങനെയല്ല കേട്ടോ, ഇതിന്റെ സത്യസ്ഥിതി അതൊന്നുമല്ല. അന്നും പറയാം എങ്ങനെയാന്ന് വെച്ചാ, ഒരു ദിവസം അതായത് ഇവൻ എപ്പോഴും ഒരു റൂമിൽ കയറി അടച്ചിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഡബിൾ കാസറ്റ് ഉള്ള അന്നൊന്നും എല്ലാ വീടുകളിലും ഒന്നും അതൊന്നും ഇല്ല. ഡബിൾ കാസറ്റ് ഉള്ള ഒരു ടേപ്പ് റെക്കോർഡുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം അവിടെ ആ മുറി അടിച്ചു വരാൻ ചെന്നപ്പോ ഒരു കാസറ്റ് ഇത് ചെയ്തപ്പോ എന്താ ഉമ്മർ, പ്രേം നസീർ, മറ്റേ ലോകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, ഒരു 10-60 ആർട്ടിസ്റ്റുകൾ സംസാരിക്കാൻ അത് എനിക്കറിയില്ല. ഇവനിത് അറിയാമെന്നോ ഇവനിത് റെക്കോർഡ് ചെയ്യണ്ടെന്നോ എനിക്കറിയില്ല. കുറെ ആർട്ടിസ്റ്റുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഇതിനാണ് ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെപ്പോഴും എന്തിനാടെ റൂമിൽ കയറി ഇങ്ങനെ ബഹളം ഉണ്ടാക്കണം. പക്ഷെ ഇവൻ അതിനു വേണ്ടി ചെയ്തായിരുന്നു. അത് ഒരു ഫ്രണ്ടിന്റെ പപ്പയ്ക്ക് കാസറ്റ് അവിടെ ഉണ്ടായി അന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഈ അന്നത്തെ മാവേലിക്കൊമ്പത്ത് എന്ന് പറഞ്ഞ കാസറ്റ്, അതിന്റെ അങ്ങനെ കുറെ മിമിക്രിക്കാർ അതൊക്കെ അന്ന് ദിലീപേട്ടന്റെ അത് ടിനിച്ചേട്ടന്റെ ഇങ്ങനെ ഓരോ മണിച്ചേട്ടന്റെ ഒക്കെ ഇങ്ങനെ കാസറ്റ് അവിടെ കിട്ടും. അപ്പൊ അതിങ്ങനെ കേട്ട് ഇങ്ങനെ അന്ന് എന്നോടൊരു ചേട്ടൻ മിമിക്രി ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അവിടെ അടുത്തൊരു ചേട്ടൻ. ആ ചേട്ടനൊക്കെ കണ്ടിട്ട് ഭയങ്കര ആരാധനയായിട്ട് എനിക്ക്. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് ഞാനെന്നാ ഇതേപോലെ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിതൊരു റൂം അടിച്ചു വരുമ്പോ അതൊന്ന് വെറുതെ പ്ലേ ചെയ്തതാണ്. പ്ലേ ചെയ്തപ്പോ വന്നത് മുഴുവൻ ഉമ്മർ. എനിക്കത് മനസ്സിലാവണില്ല ഇവന്റെ സൗണ്ടാന്ന് പറഞ്ഞാൽ അവൻ ശരി ഉമ്മർ അങ്ങനെ തന്നെ വന്നെ. പിന്നെയാണ് ഇവൻ ഇതിന്റെ അകത്ത് കയറിയിരുന്നത് ഇതാണ് അല്ല അവൻ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയാണെന്ന് അറിയണം, നമുക്ക് തന്നെ കേട്ട് നോക്കണമല്ലോ. അപ്പൊ നമ്മള് അല്ലാണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയില്ല. റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത്. പക്ഷെ അത്ര കഴിവുള്ള ആളായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടില്ല, എന്തുകൊണ്ട് പെർഫോം ചെയ്ത് വരുന്നില്ല ഇപ്പൊ? അതാണ് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ക്ലബ് എഫ് എമ്മിന്റെ ഒക്കെ ലോഞ്ചിങ്ങിന്റെ സമയത്തൊക്കെ ക്ലബ് എഫ് എം, ഈ ബെസ്റ്റ് എഫ് എം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ ഒരു എഫ് എം ഉണ്ട് തൃശ്ശൂരൊക്കെ. അതിന്റെ ഒക്കെ ലോഞ്ചിങ് സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഈ റെഡ് എഫ് എമ്മിന്റെ എല്ലാ പ്രോഗ്രാമും ഞാനാ കോർഡിനേറ്റ് ചെയ്തത്. അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാം റെഡ് എഫ് എം ലോഞ്ച് ചെയ്തത് ഞാനാണ്. അപ്പോൾ ലോഞ്ച് ചെയ്ത് പല സൈസ് പരിപാടികളുണ്ടാവും. അപ്പോൾ അതിൽ 2-3 സ്കിറ്റ് ഉണ്ട്. ഇവൻ എന്താണ് ശ്രീശാന്തിന്റെ ഒരു സ്കിറ്റ് ചെയ്യും. അതില് അന്ന് ശ്രീശാന്തിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. ഇന്നും നിനക്ക് ആ ശ്രീശാന്ത് ഇപ്പൊ ഉള്ള ലുക്ക് ഉണ്ട്. ശ്രീശാന്തിന്റെ ലുക്കിട്ടൊക്കെ അത് തന്നെയല്ല നല്ലോണം. അതായത് ഡബിങ് ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് അവൻ ഡബിങ് ചെയ്ത CD ആണ് ഈ ഓൾ കേരള പോയത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ അതിന്റെ സ്കിറ്റ് എഴുതിയത് ധർമ്മജൻ ചേട്ടനാ. ധർമ്മജൻ ചേട്ടൻ ആ ഒരു ക്രിക്കറ്റിന്റെ സ്കിറ്റ് എഴുതിയത് ഞങ്ങൾ ധർമ്മജൻ ബോൾഗട്ടി ചേട്ടൻ. എന്നിട്ട് ഞങ്ങളത് പെർഫോം ചെയ്യുമായിരുന്നു ലൈവായിട്ട് പോയിട്ട്. അപ്പൊ അവൻ അതിനൊരു കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ ഇവനെ കൊണ്ടുവന്ന് ഇതിന് ഡബിങ് പഠിപ്പിക്കാനാക്കി. CB മലയിൽ സാറിന്റെ നിയോ ഫിലിം അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ പല പ്രാവശ്യം ഡബ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീശാന്തിനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ശ്രീശാന്ത് വോയിസ് ഇല്ല. വോയിസ് ചെയ്യുന്ന ആരുടെയാ? വോയിസ് ചെയ്യണത് സുകുമാരൻ, പിന്നെ പൃഥ്വിരാജിന്റെ ചേട്ടനല്ലേ ഇന്ദ്രജിത്ത്. പിന്നെ അങ്ങനെ കുറച്ചു പേരുടെ ചെയ്യുമായിരുന്നു. 100 പേരെ ചെയ്യായിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യാണ്ടായി മറന്നുപോയത്. സുകുമാരന്റെ ഇപ്പൊ പ്രാക്ടീസ് കുറെ നാളായിട്ടാ. കറക്റ്റ് ആവുമെന്നറിയില്ല. അമ്പടി കൊച്ചുകളി, എന്റെ പൊന്നു തോമാച്ച, ദൈവത്തെ പിടിച്ചാണയിട്ട് പറയുന്നു. അവനല്ല ചെയ്ത് അല്ല വരണം എടോ സ്വാമി. അടിപൊളി. ഞാനൊരു കാര്യം ചോട്ടെ, ആ സൗണ്ടിൽ നീ വേറെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞേ. ഇത് നമ്മൾ സ്ഥിരം പറയണ വർത്തമാനല്ലേ? അല്ല, ആ ഡയലോഗിലല്ല. ഇത് നമ്മൾ സ്ഥിരം പറയണ ഡയലോഗ്. വേറൊരു വർത്താനം ആ ഡയലോഗിൽ പറഞ്ഞു, ആ സൗണ്ടിൽ പറഞ്ഞു. പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമ ഇറങ്ങി ഹിറ്റായിട്ട് പോവാണല്ലോ. അപ്പൊ അതിനെ പറ്റി സുകുമാരൻ സാർ സംസാരിക്കും. എമ്പുരാൻ വിജയമായെന്ന് അറിഞ്ഞു രീതിയിൽ പറ. ഇവനും സുബിയും എല്ലാം പെർഫെക്റ്റ് ആയാലേ ചെയ്യുള്ളൂ. പെർഫെക്റ്റ് ആവാതെ വെറുതെ കയറി ചെയ്യില്ല. അത് സുബി അങ്ങനെ തന്നെയാണ്. അമ്മ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പെർഫെക്റ്റ്, നീ എടിയാവും, അത് സമ്മതിക്കില്ല.
ആലോചിക്കുമ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ അമ്മയോട് ചോദിക്കാം. ഓക്കെ, ഇപ്പം ഏറ്റവും ലാസ്റ്റ് സൂബി ചേച്ചിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരു വാർത്ത കല്യാണം പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നതും മറ്റേ ചേട്ടനെ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ആളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ആള് വരാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എപ്പോഴും വരുന്നുണ്ട്. എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളി കലാഭവന്റെ മാനേജർ പ്രോഗ്രാം മാനേജറുമാണ്. അപ്പൊ ഈ 2-3 മാസം ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇന്നും വിളിക്കും. അത് മതി, ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അത് ഞാൻ കുറെ അനുഭവിച്ചോണ്ടാ. ഞങ്ങൾ കുറഞ്ഞതൊരു 10-15 സ്റ്റേജെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞത്. ആ സ്റ്റേജ് കഴിഞ്ഞേച്ച് വന്നേച്ച് അപ്പൊ ഇവരെല്ലാരും കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങൂല, ഞാനാണല്ലോ കോർഡിനേറ്റർ. അപ്പൊ ഞാൻ വന്ന് കിടന്നുറങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു വെളിവും വെള്ളിയാഴ്ചയൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം പോണമെങ്കിൽ അന്നേരം എണിട്ട് പോകും. അങ്ങനെ തൊരുത. അപ്പൊ അവൻ അതിന്റെ ഒരു തിരക്കുകളും കാര്യങ്ങളും ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിക്കോളും. എനിക്ക് ചോദിക്കാമോ എന്നറിയില്ലെങ്കിൽ ഞാനൊരു അടുപ്പം കൊണ്ട് ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിനോട് വേറൊരു വിവാഹം കഴിക്കാൻ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലേ? ഞങ്ങളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോഴും അയ്യോ വിവാഹം കഴിക്കട്ടെ, ഞങ്ങളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാണുന്നവരോടൊക്കെ പറയും. കാരണം പുള്ളി ഇപ്പൊ എത്ര 44 വയസ്സാ, 45 വയസ്സെങ്ങാണ്ടായി. അപ്പൊ പുള്ളി ഇത്ര കാലം വിചാരിച്ചിട്ട് നടക്കാത്തപ്പോ ഞാൻ ഉടനെ വിചാരിച്ച് നടക്കൂല. അപ്പൊ ഞങ്ങളിപ്പോഴും ഞാൻ കാണുന്നവരോടൊക്കെ പറയാം അവനൊരു കല്യാണം കഴിപ്പിക്കണം. അത് ഞങ്ങളുടെ ഒരു മോൻ തന്നെയായിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഒരു മകനാണല്ലേ. അപ്പം അങ്ങനെ ഒരു ആളെ കല്യാണം കഴിക്കാൻ സന്നദ്ധമായിട്ടൊരു പെൺകുട്ടി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കും. രാഹുൽ എന്ന് പറഞ്ഞ ആൾ, കാരണം അവന് ജീവിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴും അവൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നോട് പറഞ്ഞൊരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ വീടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ എൻ്റെ വീട്ടിൽ അവള് കിടക്കൂല, എൻ്റെ അമ്മയായിട്ട് അവള് ചേരൂല. അത് ഇടുമ്പോ ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അല്ല, എൻ്റെ അമ്മയായിട്ട് അവള് ചേരൂല. അപ്പൊ അതുകൊണ്ട് അവള് ഇവിടെ നിന്നോട്ടെ, ഞാൻ ദിവസവും വന്നോളാം. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റിന്റെ ദൂരം നടന്നാ മതി, വന്നോളൂ. അപ്പൊ ഞാൻ വന്നോളാം. അങ്ങനെ പറഞ്ഞാണ് ഇത് വെച്ചത്. അല്ലാണ്ട് ഇവളല്ല ഇവളാര മോള്, ഇവളുടെ എല്ലാ തോട്ട്സും ഇവള് ഡിസ്ക്രൈബ് ചെയ്യില്ല. അതെ. അന്ന് ശ്രീകണ്ഠൻ നായർ ഷോയിലാണെങ്കിലും ആള് തന്നെയാണ് കല്യാണത്തിനെ പറ്റി പറയുന്നത്. എന്നിട്ടും ഞാനിതൊരു സമ്മതം പറഞ്ഞിട്ടില്ല കേട്ടോ എന്നും കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്, എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതൊരു വിഷമായിരുന്നു അല്ലേ ലൈഫില്? ഇനിയിപ്പോ അത് ചെയ്തു പോയേനെ. ഞങ്ങൾ അതിനു വേണ്ടി ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.